വെൽക്കം ബാക്ക്. ഞാൻ സ്വന്തം മച്ചൂസ് ഗെയിമിന് കണ്ടുകൊണ്ടിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഒരു സർവൈവലും ഒരു ക്രിയേറ്റിവിറ്റിയും എല്ലാം കൂടെ ചേർന്ന ഒരു വേൾഡാണ്. ഏതൊരു കൂട്ടുകാരും മരിച്ചാണ് സബ്ബയത്തിന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരു ഷുഗർ ക്യാൻ ഫാമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഗെയ്സ്, അറിയാത്ത ഒരുപാട് പേരുണ്ടാവും, അറിയുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തുടങ്ങിയാലോ? വെറുതെ നമ്മൾ സമയമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ഇൻവെൻട്രിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെക്കണം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ഇരുന്ന് കാണുക, സബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിച്ചേക്കട്ടെ. അപ്പോൾ പിന്നെ അടുത്തത് ഏത് ട്യൂട്ടോറിയൽ വീഡിയോ വേണം, ഏത് ഫാമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പരിപാടി തുടങ്ങിയാലോ. അപ്പോൾ ഗെയ്സ്, നമുക്ക് അർജൻറ്റായ ഐറ്റംസൊക്കെ ഒന്ന് വെളിയിലേക്ക് ഇറക്കാം. അതാണല്ലോ അതിൻ്റെ ശരി. ഓക്കെ, അപ്പം നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ടത് ഡേറ്റ് മൈൻ ചെയ്യണം. ഒരു 3x3 3x3 ആയിട്ടുള്ള ഒരു കുഴി വെട്ടണം ഗെയ്സ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെസ്റ്റ് വെച്ചിട്ട് ഹോപ്പർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഏരിയ. അത്ര തന്നെ. ചെസ്റ്റ് എടുത്തത് നൈസായിട്ട് മാറിയോ എന്നൊരു ഡൗട്ട്. ഓക്കെ, ഒരു ചുമന്ന കളർ കാണുന്നുണ്ട്. ഓക്കെ, ചെസ്റ്റ് വെക്കുക. അതിന് ശേഷം നമ്മുടെ ഹോപ്പർ എടുക്കുക. ഹോപ്പർ ചെസ്റ്റിന് നോക്കി കണക്ട് ചെയ്യുക ഹോപ്പറെല്ലാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഹോപ്പറിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുത്താൽ ഞാൻ സ്മൂത്ത് സ്റ്റോൺ ആണ് എടുത്തേക്കുന്നത്. സ്മൂത്ത് സ്റ്റോൺ 1 2 3 4 5 5 വെച്ചതിന് ശേഷം നമ്മുടെ റെസ്റ്റോൺ ബ്ലോക്ക് എടുക്കുക. റെസ്റ്റോൺ ബ്ലോക്ക് വെക്കുക. അതിന് ശേഷം വീണ്ടും ഒരു 5 ബ്ലോക്കും കൂടെ വെക്കുക. 1 2 3 4 5. ഓക്കെ, 5 ആയിട്ടുണ്ട്. ഇതേ പരിപാടി തന്നെ നമ്മൾ ഇവിടുന്ന് ചെയ്യുക. നമ്മൾ ഒരു ഹോപ്പർ വിട്ടിട്ട് അടുത്ത ഹോപ്പറിൽ നിന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5. ഓക്കെ, അതിനുശേഷം റെസ്റ്റോൺ ബ്ലോക്ക്. അതിനുശേഷം വീണ്ടും 1 2 3 4 5. ഓക്കെ, അതും ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡേറ്റ് എടുക്കുക. ഡേറ്റ് നമ്മൾ ഒരു ടെമ്പററി ആയിട്ട് ഇവിടെ വെക്കുക. അതിനുശേഷം നമ്മുടെ ഡേറ്റിലേക്ക് നോക്കി ഒരു ബ്ലോക്ക് വെക്കുക. അതിനുശേഷം ആ ഡേറ്റ് കളയുക. ഓക്കെ, എന്നിട്ട് ആ ഡേറ്റിലേക്ക് നമ്മൾ ഫുള്ള് ബ്ലോക്കുകൾ വെക്കുക. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഇവിടെ വെച്ച് നിർത്തുക. ഇത് ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് ഒന്ന് കിടന്നുറങ്ങട്ടെ. ഇത് ബെഡ്റൂക്കും ജാവയിലും പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മൾ ബ്ലോക്കും വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റെയിൽ ഓടിപ്പിക്കലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോപ്പറിൽ തന്നെ ഫസ്റ്റ് റെയിൽ ഓടിക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ റെയിൽ ഇവിടെ മേലെ ഓടിച്ചിട്ട് നമ്മുടെ ഈ റെസ്റ്റോൺ ബ്ലോക്ക് വരുന്നിടത്ത് നമ്മുടെ പവർ റെയിൽ ആഡ് ചെയ്യുക. അതിനുശേഷം പിന്നെയും നമ്മുടെ സാധാ റെയിൽ തന്നെ ചുറ്റും വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ്ട് അടുത്ത നമ്മുടെ പവർ റെയിൽ ആഡ് ചെയ്യേണ്ട സ്ഥലം വന്നു. പവർ റെയിൽ ആഡ് ചെയ്യുക. വീണ്ടും നമ്മുടെ സാധാ റെയിൽ വെക്കുക. ഓക്കെ, റെയിൽ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വീണ്ടും നമ്മളിവിടെ ഒരു ടെമ്പററി ബ്ലോക്ക് വെക്കുക. ആ ടെമ്പററി ബ്ലോക്കിലേക്ക് നമ്മുടെ സ്മൂത്ത് സ്റ്റോൺ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ചളയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ടെമ്പററി ബ്ലോക്കും അവിടെ മേലെ ഫുള്ള് ക്ലോസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ബ്ലോക്ക് വേണ്ട, അറിയാതെ വന്നു പോയതാട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ചേക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ടെമ്പററി ബ്ലോക്ക് വെക്കുക. അതിനകത്തേക്ക് വീണ്ടും ബ്ലോക്ക് വെക്കുക. ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ചളയാം. ഓക്കെ, അതിനുശേഷം അവിടെ ചെയ്ത അതേ പരിപാടി തന്നെ നമ്മൾ ബാക്ക് വരെ ഇതും ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതാണ്ട് ഇവിടെ നമ്മൾ വെള്ളം ഒഴിക്കാനുള്ളതാണ്, വാട്ടർ ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ വാട്ടർ ഒഴുകി പോകാതിരിക്കാനൊക്കെ ആയിട്ടും ഇവിടെ ഒരു ക്ലോസിങ് കൊടുക്കുക. അതേ പരിപാടി തന്നെ അപ്പുറവും ചെയ്യാം കേട്ടോ. അപ്പുറം നമ്മൾ മേലെ കയറിയിട്ടാട്ടോ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇതാണ്ട് അപ്പുറവും ഇതേ പരിപാടി തന്നെ നമ്മൾ ചെയ്യുക.
ഓക്കെ, അതും ക്ലോസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് വാട്ടർ ബക്കറ്റ് എടുക്കുക. ഓക്കെ ഗൈസ്, ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ ചെയ്തു. ഈ ബ്ലോക്ക് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ഡേറ്റ് ആയിരുന്നു വേണ്ട, മാറിപ്പോയി ഗൈസ്. സോറി മാറിപ്പോയി. ഇവിടെ നമ്മൾ ഡേറ്റ് ആയിരുന്നു വെക്കേണ്ടത്. ഫുള്ള് ഡേറ്റ് ആഡ് ചെയ്യാം. ഇതേ പരിപാടി തന്നെ നമ്മൾ അപ്പുറത്തും ചെയ്യണം കേട്ടോ. ഡേറ്റ് ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡേറ്റ് ആയിരുന്നു വേണ്ട. മൊത്തമൊന്ന് പൊട്ടിച്ചളഞ്ഞിട്ട് ഡേറ്റ് ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡേറ്റ് മൊത്തത്തിലൊന്ന് ആഡ് ചെയ്തു. ഇതിനകത്താണ് നമ്മൾ ഷുറിക്കാൻ നട്ട് വെക്കുന്നത് കേട്ടോ. ഷുറിക്കാൻ നട്ട് വെക്കാനാണ് ഈ രണ്ട് സൈഡ് ഡേറ്റ്. അതിനുശേഷം നമ്മുടെ വാട്ടർ ബക്കറ്റ് എടുക്കുക. ഒരു വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ വെള്ളം ഇൻഫിനിറ്റി വെള്ളമാവും ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ. അതിന് ശേഷം നമ്മൾ ഇൻഫിനിറ്റി വാട്ടർ ടാങ്ക് നമ്മുടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഫുള്ള് വെള്ളം ഒഴിച്ച് നമ്മുടെ ഒരെണ്ണം കഴിഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്തും കീപ്പ് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ബ്ലോക്ക് എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുക. നമുക്ക് അതിനുശേഷം നമുക്ക് ഈ വാട്ടർ ഇനി ക്ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വാട്ടർ ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മൾ വാട്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇത് ഇവിടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇവിടെ എവിടെയോ കൂടെ ഞാൻ കറക്റ്റ് അതറിയാതെ വെച്ചതാണ്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം നമ്മളിത് ക്ലോസ് ചെയ്യുക. ഇത്രയും ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷുഗർ ക്യാൻ എടുത്ത് ഷുഗർ ക്യാൻ ഇവിടെ പ്ലേസ് ചെയ്യാം. നമ്മുടെ അവിടെ വെള്ളം ഒഴിച്ചേക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാതെ നമ്മുടെ ഷുഗർ ക്യാൻ നടാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ നമുക്ക് ഷുഗർ ക്യാൻ നമ്മൾ വെള്ളം ഒഴിച്ചെടുത്ത് ഷുഗർ ക്യാൻ മൊത്തം നടുകയാണ്. അതിനാണ് നമ്മൾ ഇവിടെ ഡേറ്റ് വെച്ചാട്ടോ, ഷുഗർ ക്യാൻ നടാനായിട്ടാണ്. ഓക്കെ, ഷുഗർ ക്യാൻ വെച്ചു. അതിനുശേഷം നമ്മുടെ പിസ്റ്റണാണ് വേണ്ടത്. ഓക്കെ, നമ്മുടെ പിസ്റ്റൺ എടുക്കുക. പിസ്റ്റൺ നമുക്കിവിടെ പ്ലേസ് ചെയ്യാം കേട്ടോ. പിസ്റ്റൺ നമ്മൾ വെക്കുന്നത് നമ്മുടെ ഒബ്സർവർ ആക്റ്റീവായി കഴിയുമ്പോൾ നമ്മുടെ പിസ്റ്റൺ വർക്കാവും. അപ്പോൾ ആ പിസ്റ്റൺ വർക്കാവുന്നതിൽ കൂടുതലാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവുന്നത് കേട്ടോ. അതിനാണ് നമ്മൾ പിസ്റ്റൺ വെച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് സൈഡും പിസ്റ്റൺ ആഡ് ചെയ്യാം. അയ്യോ, ഓക്കെ, രണ്ട് സൈഡും പിസ്റ്റൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബ്ലോക്ക് എടുത്തിട്ട് ഇതാണ്ട് ഇവിടെയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. എം ടി ആയിട്ട് കിടക്കുകയാണല്ലോ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഒരു ടെമ്പററി ബ്ലോക്ക് എടുക്കുക. ടെമ്പററി ബ്ലോക്ക് എടുത്തിട്ട് നമ്മൾ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യാം കേട്ടോ. പ്ലേസ് ചെയ്തിട്ട് ഇവിടെ ആയിട്ടാണ് നമ്മൾ ഗ്ലാസ് വെക്കാൻ പോവാണ്. എന്തിനാ വെച്ചാൽ നമ്മുടെ പിസ്റ്റൺ വർക്ക് ആകുമ്പോൾ നമ്മുടെ ഷുഗർ ക്യാൻ തെറിച്ച് പോകുമ്പോൾ അത് പുറത്തോട്ട് തെറിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലാസ് ഒരു 2 ബ്ലോക്ക് ഹൈറ്റിലാണ് നമ്മൾ ഗ്ലാസ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചേക്കാം. നമ്മുടെ ഒബ്സർവർ വരുന്നിടത്ത് നമ്മൾ ഗ്ലാസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സബ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ടെമ്പററി ബ്ലോക്ക് പൊട്ടിച്ചളയാം.
അതിനുശേഷം നമുക്ക് ഒബ്സർവർ എടുക്കുക. ഒബ്സർവർ എടുത്തിട്ട് ഒബ്സർവർ ഇനി ഇതാണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യാം കേട്ടോ. അതിൻ്റെ മുഖം അങ്ങോട്ടേക്ക് ആക്കിയിട്ട് പ്ലേസ് ചെയ്യുക. അയ്യോ, ഇതെന്തിനാ ഇവിടെ വെച്ചേ? അത് കൈ കിട്ടിയില്ല. ഓക്കെ, നമ്മുടെ ഒബ്സർവർ ഫുൾ പ്ലേസ് ചെയ്യണം കേട്ടോ. അതേപോലെ നമ്മുടെ പിസ്റ്റൻ്റെ പൊക്കത്ത്, എല്ലാ പിസ്റ്റൻ്റെ പൊക്കത്ത് നമുക്ക് ഒബ്സർവർ ആവശ്യമുണ്ട്. ഒബ്സർവർ എല്ലാ പിസ്റ്റൻ്റെ പൊക്കത്തും ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒബ്സർവറും വെച്ചു. അതിന് ശേഷം നമുക്ക് ഇതാണ്ട റെസ്റ്റോൺ ഓടിക്കണം. അതിന് മുന്നേ നമുക്ക് ഇതാണ്ട ഇവിടെ ബ്ലോക്ക് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റെസ്റ്റോൺ ഇതാണ്ട ഇവിടെ ഇട്ട് റെസ്റ്റോൺ ഓടിക്കാം കേട്ടോ. ഓക്കെ, റെസ്റ്റോൺ ഓടിച്ചു. അതിന് ശേഷം എന്താണ്ട ഇവിടെയും കൂടെ നമുക്ക് ബ്ലോക്ക് വെച്ച് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ താഴോട്ട് ഇറങ്ങി വന്ന് ഇവിടുത്തെ ഒരു ബ്ലോക്ക് പൊട്ടിച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹോപ്പർ വിത്ത് മൈൻകാട്ട് അതവിടെ വെക്കുക. അത് അങ്ങനെ ഓടിപ്പൊക്കോളും. അതിനുശേഷം അവിടുന്ന് നമ്മൾ പൊട്ടിച്ച ബ്ലോക്ക് തിരിച്ചു വെക്കുക. ഇതുണ്ടോ, വർക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടെമ്പററി ബ്ലോക്ക് എല്ലാം നമുക്കൊന്ന് പൊട്ടിച്ച് കളഞ്ഞേക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ് പരിപാടി. നമ്മുടെ ഷുഗർ ക്യാൻ ഫാമിൻ്റെ പരിപാടി കഴിഞ്ഞു. ഗൈസ്, ഇത് ഞാനൊന്ന് ജസ്റ്റ് വർക്കാവുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം അല്ലേ. ഓക്കെ, ഇത് വർക്കാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷുഗർ ക്യാൻ വളർന്നു വന്നു കഴിഞ്ഞിട്ട് ഇതാണ്ട് ഇത് ഒബ്സർവറാണ്. അപ്പോൾ ഈ ഒബ്സർവറിൻ്റെ ഇതാണ് മുഖമായിട്ട് നമ്മൾ ഇതാണ്ടോ 2 കണ്ണ് ഒരു വായി അതൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ ഒബ്സർവറിൻ്റെ മുഖത്ത് ഒരു ബ്ലോക്ക് വന്നാൽ ഇതാണ്ടോ പിസ്റ്റൺ വർക്കായത്. ഈ പിസ്റ്റൺ വർക്കാവുമ്പോൾ ഈ പിസ്റ്റൺ ഈ ഷുഗർ ക്യാനിൽ തട്ടും. അപ്പോൾ പെട്ടെന്ന് ഷുഗർ ക്യാൻ പൊട്ടി വീഴും. അത് ഈ ബ്ലോക്കിൽ വന്ന് വീഴുമ്പോൾ ആ ബ്ലോക്കിന് എടുക്കാനാണ് നമ്മൾ മൈൻകാട്ട് വിത്ത് ഹോപ്പർ നമ്മൾ താഴെ വെച്ചേക്കുന്നത്. അതിനായിട്ടാണ് നമ്മുടെ നിലത്ത് വീഴുന്ന ആ ബ്ലോക്ക് അപ്പം തന്നെ ഐറ്റംസ് അപ്പം തന്നെ എടുക്കാനാണ് ഈ മൈൻകാട്ട് വിത്ത് ഹോപ്പർ നമ്മൾ ഓടിക്കുന്നത്. ഓക്കെ, ഒബ്സർവറിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു സാധനം വന്നാൽ അപ്പം തന്നെ അത് പിസ്റ്റൺ വർക്ക് ചെയ്യിപ്പിക്കും. അത് ആ ഒരു രീതിയിലാട്ടോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇൻഫിനിറ്റി ആണ്, നല്ല രീതിയിൽ വർക്കാവും. അപ്പോൾ നിങ്ങളിതൊന്ന് കയറി ചെക്കൗട്ട് ഈസി ആയിട്ടുള്ളൊരു ഫാമാണ്. FK നിൽക്കേണ്ട കേസ് കേട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഗൈസ്, നെക്സ്റ്റ് ഏത് ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ തരാം. എല്ലാവർക്കും ബൈ.